നമുക്കിനി കോഴിക്കോട് നിന്ന് ഷബീർ ഉമർ കൂടിയുണ്ട്. ഷബീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മലബാർ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? വയനാട്ടിൽ ഇന്ന് ഹർത്താലാണ് വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്. അതുപോലെ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലാണെങ്കിൽ പ്രതി ചെന്താമരയുടെ റിമാൻഡ് കാലാവധിയൊക്കെ അവസാനിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തകളിലൊക്കെ പ്രതീക്ഷിക്കുന്ന ഫോളോ അപ്പുകൾ? തീർച്ചയായും വയനാട് ഈ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വയനാട് ഒരു ഹർത്താൽ ആചരിക്കുകയാണ്. ഫാർമേഴ്സ് റിലീഫ് ഫോറമാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താൽ എന്ന് പറയുമ്പോൾ ഒരു പ്രതിഷേധ സൂചകമായി മാത്രം സംഘടിപ്പിക്കുകയാണ്. കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ല എന്നാണ് ഫാർമേഴ്സ് റിലീഫ് ഫോറം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വയനാട് നൂൽപ്പുഴയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുന്നത്. മാനു എന്ന യുവാവാണ് മരിച്ചത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ആ പ്രദേശവാസികൾ ഉയർത്തിയിരുന്നു. നേരത്തെ ഉയർന്നു വരുന്നത് പോലെ ഓരോ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ സമാനമായ പ്രതികരണമാണ്, പ്രതിഷേധമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിച്ചത്. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്യജീവി ആക്രമണം തടയാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിന് പ്രാധാന്യം വർദ്ധിക്കാൻ കാരണം PK ദിവാകരൻ, അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് PK ദിവാകരനെ ഈ സമ്മേളന കാലയളവിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. പാർട്ടി അണികൾ പരസ്യമായി തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുകയും PK ദിവാകരനെ അനുകൂലിച്ച് പ്രകടനം നടത്തുകയും ചെയ്തു. ഇതിനു മുമ്പ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം പുറത്തിറക്കിയിരുന്നു. പാർട്ടി വിരുദ്ധർ, പാർട്ടി ശത്രുക്കൾ പടച്ചുണ്ടാക്കുന്ന കഥകളാണ്, ആക്ഷേപം മാത്രമാണ്, ആരോപണം മാത്രമാണ് എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം. ഈ വിശദീകരണത്തിന് ശേഷവും PK ദിവാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിഭാഗീയത എന്ന നിലയിലേക്ക് വടകരയിലെ CPM രാഷ്ട്രീയം പോകുന്ന പശ്ചാത്തലത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ചെന്താമരയുടെ റിമാൻഡ് കാലാവധി തീരുകയാണ്. ഈ റിമാൻഡ് കാലാവധി നീട്ടും, കോടതി നീട്ടി നൽകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ചെന്താമരയുമായി തെളിവെടുപ്പ് ഇതിനോടകം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകൾ, കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തി എത്രയും വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാലക്കാട്ട് നിന്ന് എലപ്പുള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ BJP ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതൊക്കെയാണ് മലബാർ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. താങ്ക് യു ഷബീർ. നമുക്ക് വീണ്ടും വാർത്തകളുമായി കാണാം.